ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തോളം തന്നെ പഴക്കമുള്ളതാണ്. എന്നാൽ അതനുനിമിഷം പുതിയതുമാണ്. ദൈവം തൻ്റെ പുത്രനെ ഏകജാതനെ നമുക്ക് നൽകി നമ്മളെ സ്നേഹിച്ചു. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ പിതാവായ ദൈവം ഈ ഏകജാതനെ മാത്രമാണോ നമുക്ക് നൽകിയത്? അല്ല. സുവിശേഷങ്ങളും ലേഖനങ്ങളും നമ്മളോട് പറയുന്നത് അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെയും നൽകിയെന്നാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മളോട് മനോഹരമായ ഒരു വചനം പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ദൈവസ്നേഹത്തിൻ്റെ പാരമ്യമുള്ള വാക്കുകളും. നമുക്കായിട്ട് തൻ്റെ ഏകജാതനെ ഒഴിവാക്കാതെ അവനെപ്പോലും ഏൽപ്പിച്ചു നൽകിയവൻ അവനോടൊപ്പം സർവ്വതും നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് പൗലോസ് ചോദിക്കുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആ വചനത്തിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ നമുക്ക് നൽകിയപ്പോൾ പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് സർവ്വതും നൽകിയെന്നാണ് അതിൻ്റെ അർത്ഥം, ഒന്നിനും കുറവില്ലാതെ. അതാണ് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യമെന്ന് പറയുന്നത്. അത് ഒരേ സമയം പഴക്കമുള്ളതും എന്നാൽ അതേ സമയം തന്നെ നവവുമാണ്, പുതിയതുമാണ്. അപ്പോൾ ക്രിസ്തുവിനെ നമുക്ക് നൽകിയപ്പോൾ ക്രിസ്തുവിലൂടെ അവിടുന്ന് സർവ്വവും നൽകി, ഒന്നും കുറവില്ലാതെ. നമ്മളുടെ പ്രാർത്ഥനകൾ നമുക്ക് ചിലത് നേടിത്തരുന്നുവെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. വിശുദ്ധരോടുള്ള പ്രാർത്ഥനകൾ മൂലം നമുക്ക് ചില അപേക്ഷകൾ സാധ്യമാകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ സത്യം അതല്ല. സത്യമെന്ന് പറയുന്നത് പുത്രനെ നൽകിയപ്പോൾ ആ പുത്രനിലൂടെ ദൈവം നമുക്ക് സർവ്വതും നൽകി, ഒന്നിൻ്റെയും കുറവില്ലാതെ. പിന്നെ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകളും ജപമണികളും വിശുദ്ധരോടുള്ള നൊവേനകളുമൊക്കെ ഈ പൂർണ്ണത സ്വീകരിക്കുവാൻ നമ്മളെ യോഗ്യരാക്കുന്നുവെന്ന് മാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനകളുടെ കൂടുതൽ കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല, പകരം ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം ഒന്നുകൊണ്ട് മാത്രം. തൻ്റെ പുത്രനെ നൽകിയപ്പോൾ പുത്രനോടൊപ്പം അവിടുന്ന് സർവ്വതും നൽകി, ഒന്നിനും കുറവില്ലാതെ. എന്തുകൊണ്ട് ഈ വചനം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിച്ചുകൂടാ? ഇത്രയും വലിയൊരു ദൈവം, നമുക്ക് സർവ്വതും നൽകുന്ന ദൈവം പുത്രനെ നൽകിയപ്പോൾ പുത്രനോടൊപ്പം സർവ്വതും നൽകി, ഒന്നും കുറവില്ലാതെ, ഒന്നിനും കുറവില്ലാതെ. അപ്പോൾ പിന്നെ നമുക്ക് സർവ്വതും നൽകിയ ഈ ദൈവത്തെ സർവ്വതും നൽകി സ്നേഹിച്ചുകൂടെ?